السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في درس 100 من سلسلة فهم القرآن، وقد أكملنا 82 لفظا بالمئة من القرآن الكريم. ഖുർആനിൽ നിന്നുള്ള 82% പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, യാതൊരു സംശയമില്ല. അത് കൂടാതെ അധികമായി ബോണസായി നിങ്ങൾ കുറെ പദങ്ങൾ, ഗ്രാമർ, വ്യാകരണം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം നാം അള്ളാഹുവോട് ശുക്ർ ചെയ്യണം. ഒന്ന്. രണ്ട്, അള്ളാഹുവിനോട് ചെയ്യണം തസ്ബീത്തിന് വേണ്ടി. നമ്മള് മയ്യത്ത് ഇളക്കുമ്പോഴത്തേക്ക് തസ്ബീത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ഉറച്ചു കിട്ടണം, ഇൽമ ഉറച്ചു കിട്ടണം. ഇൽമൽ യഖീൻ എന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഉറപ്പ് കിട്ടുന്നവരെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതങ്ങോട്ട് ഉറച്ചു കിട്ടണം. അതിന് നിരന്തരമായ ആവർത്തനം ആവശ്യമാണ്. നമ്മൾ പഠിച്ച ക്രിയകൾ, പട്ടികകൾ ഇടയ്ക്കിടയ്ക്ക് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഉറക്കത്തിന് എഴുന്നേറ്റ് നമ്മളിത് ആലോചിക്കണം. എന്തൊക്കെയാണ് പഠിച്ചത്, ഏതൊക്കെ ക്രിയാഗ്രൂപ്പുകളുണ്ട്, 17 ക്രിയാഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്. ഉറക്കാൻ കിടക്കാൻ നേരത്തെ ആലോചിക്കണം ഏതൊക്കെ ക്രിയകൾ നമ്മൾ പഠിച്ചു, അവസാനം പഠിച്ചത് ഏതാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, ഇന്ന് റിവൈസ് ചെയ്തത് ഏതൊക്കെയാണ്. ഓരോ ദിവസവും 4-5 ക്രിയകളെങ്കിലും നാം ആവർത്തിക്കണം, റിവൈസ് ചെയ്യണം. അതിന് 4-5 മിനിറ്റ് മതി. 4-5 മിനിറ്റുകൾ നമ്മൾ റിവൈസ് ചെയ്ത് പറഞ്ഞു നോക്കണം. 6 രൂപം പറഞ്ഞു നോക്കണം, 21 രൂപം പറഞ്ഞു നോക്കണം. എന്നിട്ട് പിന്നീട് അതിലെ ഏതെങ്കിലും ഒരു പദം മാത്രം പറഞ്ഞു നോക്കണം. ഇതൊക്കെ ആയത്തിൽ വരുമ്പോൾ ആയത്തിന്റെ അർത്ഥം വെച്ച് നോക്കണം. ഇങ്ങനെ നിരന്തരം അത് പഠിച്ച് ആവർത്തിച്ച് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ അത് നിൽക്കുള്ളൂ. ഖുർആൻ, പ്രത്യേകിച്ച് ഖുർആനെ കുറിച്ച് പറയുന്നതിന്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർ, പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏറ്റവും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ് എന്നൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ മൃഗത്തെ വളർത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിനെ കെട്ടിയിട്ട് വളർത്തും, അതിനെ നിയന്ത്രിക്കും, അതിനെ പരിപാലിക്കും എന്നൊക്കെ ചെയ്യുന്നത് പോലെ ഹദീസിൽ ഉപമിച്ച ഉപമയാണത്. ഹദീസിന്റെ കറക്റ്റ് ആശയം അല്ലെങ്കിൽ അതിന്റെ ഉദ്ധരണി ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, അങ്ങനെ കെട്ടിയിട്ട് മൃഗത്തെ നമ്മൾ പരിപാലിക്കുന്നത് പോലെ ഇതിനെ സൂക്ഷിക്കണം, അറിവിനെ സൂക്ഷിക്കണം. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് തന്റെ അറിവിനെ കുറിച്ചാണ്. ആ അറിവ് എന്തിൽ വിനിയോഗിച്ചു എന്നാണ്. അപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ടോ, അതല്ല പൊടി പിടിച്ച് കിടക്കുകയാണോ. പൊടി പിടിച്ച് കിടന്നാൽ നമുക്കറിയാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലും അഴുക്കുള്ളതായി മാറും. പിന്നീട് കുറച്ച് ആൾ കഴിഞ്ഞാൽ വരയ്ക്കാലും, എത്ര വരച്ചാലും കുറെ അധികം വരച്ചിട്ട് വേണം നമ്മൾ പിന്നീട് അതിനെ സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി എടുക്കാൻ. അതുകൊണ്ട് എത്ര മികച്ച പഠന പദ്ധതിയാണെങ്കിലും, പാഠ്യപദ്ധതിയാണെങ്കിലും അത് ആവർത്തനം വളരെ അനിവാര്യമാണ്. നമ്മൾ പറയുന്നത് പോലെ ഖുർആൻ വായിക്കണം. നമ്മൾ പോക്കറ്റ് ഗേലുകൾ എപ്പോഴും കൊണ്ടു കിടക്കണം, പോക്കറ്റ് ഗേല് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ ലഘുപുസ്തകം തയ്യാറാക്കണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പദങ്ങൾ ലഘുപുസ്തകം തയ്യാറാക്കി അവനവൻ തയ്യാറാക്കുന്ന ഡയറി 150 മടങ്ങ് പ്രയോജനം ചെയ്യുമെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. സ്വന്തം തയ്യാറാക്കുന്ന ഡിക്ഷണറികൾ 150 മടങ്ങ് പ്രയോജനം ചെയ്യും. അങ്ങനെ ആവർത്തിച്ച് ഉറപ്പിക്കണം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ചെറിയ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ നമ്മൾ കൃത്യസമയത്തൊക്കെ തുടങ്ങാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അനുവദിച്ചില്ല, എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹി അത്രയും അള്ളാഹെ സ്തുതിച്ചാലും മതിയായില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا
وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا. കൂട്ടത്തിൽ പറയട്ടെ, ഇന്ന് ഞാൻ വളരെ വൈകിയാണ് ഈ മെസ്സേജ് ഇട്ടത്. പക്ഷെ ആ മെസ്സേജ് ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. 2 കാര്യം ചോദിച്ചിട്ടുള്ളൂ, ഒരുപാട് ചെയ്യേണ്ടതല്ല. ഇപ്പം ഡിലേ ആയ സമയത്ത് പോലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ഇതിൽ ക്ലാസ് മെസ്സേജ് ഇട്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചോദിച്ചത് പുതിയ പദങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ ഇത് ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയാൽ പുതിയ പദങ്ങൾ കിട്ടും. അത് 8:45 ക്ലാസ് എങ്കിൽ 8:40 വായിച്ചു നോക്കിയാലും പുതിയ പദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക, സ്കാൻ ചെയ്യുക. 1 മിനിറ്റ് എന്ന് വിചാരിച്ചു. അപ്പൊ 1 2 മിനിറ്റ് വായിക്കുക, 1 മിനിറ്റ് സ്കാൻ ചെയ്യുക 1 മിനിറ്റ്. എല്ലാവരും ചോദിച്ചത് കാനയെന്നല്ല ഞാൻ ചോദിച്ചത്. മിയക്കാത്തൻ, അഫ്വായ, അങ്ങനെ ഓരോ ആയത്തിന്റെയും അഫ്വാജും ഞാൻ ചോദിച്ചില്ല. 17, 19, 21 സൂക്തങ്ങളുടെ അവസാനത്തിൽ വന്ന എന്തുകൊണ്ട് നെസ്ബ് വന്നതാണ്. അറിയാമെങ്കിൽ അറിയാമെങ്കിൽ കാര്യം പറയുക, അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറയുക. 2 കാര്യം പറഞ്ഞു. അത് 1 മിനിറ്റ് 2 മിനിറ്റ് ആകെ 3 മിനിറ്റ് 5 മിനിറ്റിനകം നമുക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടിന് വമ്മത്തല്ലേ വരിക? ഇപ്പൊ ഇത്തരത്തിന്റെ സമയമല്ല. നമുക്ക് 1/2 മണിക്കൂറിന്റെ ക്ലാസ്, 1/2 മണിക്കൂർ പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് 1/2 മണിക്കൂറിന്റെ ക്ലാസ്സിന്റെ പരിപാടിയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്തൊരു ചോദ്യം കൂടെ ഗ്രൂപ്പിലിടും. ഇതിൽ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് യൂട്യൂബിൽ നിന്ന് മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ക്ലാസ് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ പോലും ചിലർ ക്ലാസ് വരാതെ ഓക്കെ അത് യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന് പഠിക്കാം. അത് മൃതമായ ഒരു പഠനമാണ്. യൂട്യൂബ് കേട്ട് പഠിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ എന്തുകൊണ്ട് യൂട്യൂബിൽ ലിങ്ക് ചോദിച്ചാൽ ഉടനെ ലിങ്ക് അയച്ചു. അതല്ല, ഒരു ഹയാത്തായ പഠനമല്ല. അതെന്താണ്? നിർജ്ജീവമായ പഠനം. ഹയാത്തായ പഠനം എന്ന് പറഞ്ഞാൽ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കണം. ഈ സമയത്താണ് പവർ റീചാർജ് ചെയ്യുന്നത്. പവർ ചാർജ് ചെയ്യുന്നത് ഈ സമയത്ത്. എവിടെ? കണക്ടിവിറ്റി. ചിലർ അങ്ങനെ കണക്ടിവിറ്റി യൂട്യൂബിൽ നിന്ന് കണക്ടിവിറ്റി കിട്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഇതിലൊരു ചോദ്യം, അടുത്ത ചോദ്യം വരാൻ പോകുന്നത്, നിങ്ങളുടെ ഉത്തരം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഗ്രൂപ്പിൽ വരുന്ന ഉത്തരങ്ങൾ, നിങ്ങളിൽ നിന്നും ഉത്തരങ്ങൾ പ്രതീക്ഷിക്കാമോ ചോദ്യത്തിൽ. അപ്പൊ അത് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ മറുപടി തരും. പ്രതീക്ഷിക്കാമെങ്കിൽ പ്രതീക്ഷിക്കാം, ഞാൻ തിരക്കാണ്, അല്ലെങ്കിൽ ഞാൻ പിന്നീട് പഠിച്ചോളാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ 10 പേര് പ്രതികരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ 20 പേര് പ്രതികരിക്കുമെങ്കിൽ, എല്ലാവരും പ്രതികരിക്കുമെങ്കിൽ നമുക്ക് അറിയണം എത്ര പേര് പ്രതികരിച്ചു. ബാക്കിയുള്ളവരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം, എന്താണ് പ്രതികരിക്കാത്തത്? നിങ്ങൾ അസൗകര്യം കൊണ്ടാണോ അല്ലെങ്കിൽ കാണാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കാം. എത്ര പേര് പ്രതികരിക്കും എന്ന് എനിക്കറിയണം. ആ ഒരു ചോദ്യം കൂടെ വരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് യെസ് ഓർ നോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര പേര് പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ 17 മുതൽ 22 വരെയുള്ള സൂക്തങ്ങളാണ് വായിച്ചത്. നോക്കാം. ഇപ്പൊ തന്നെ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞു. ബാക്കി 45 മിനിറ്റിൽ 25 മിനിറ്റാണ് ബാക്കി. പിന്നെ യൗമൽ ഫസൽ എന്ന് പറഞ്ഞാൽ വേർപെടുത്തി. ഫസല യഫ്സിലു. പുതിയ വാക്കുകളുടെ കൂട്ടത്തിൽ ഇല്ലെന്നാ തോന്നുന്നത്. എന്തായാലും ഫസ്ലുൻ എന്ന് പറഞ്ഞാൽ ഖണ്ഡിക. അപ്പൊ യൗമൽ ഫസ്ലി എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായി തീരുമാനമെടുക്കുന്ന ദിവസം. അതേതാണ്? ഖിയാമത്ത് നാൾ. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. അപ്പൊ ഒരാൾ പറഞ്ഞത് ക്ലാസ് റൂം ഉണ്ടോ? ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇരിക്കല് അല്ലേ? അങ്ങനെ ക്ലാസ് ഒരു ക്ലാസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ തിരിക്കുന്നതാണ് ക്ലാസിന്റെ അർത്ഥം. ആ അർത്ഥമാണ്. ഇതെല്ലാം വേർതിരിക്കലാണ് ഫസൽ. ആ അർത്ഥത്തിലാണ് ഇംഗ്ലീഷ് ഏതെല്ലാം ശൈലി ഉപയോഗിക്കുന്നത് മറ്റു ഭാഷകളിൽ ഉപയോഗിക്കുന്ന അതേ തുല്യമായ ശൈലിയായിരിക്കും മറ്റു ഭാഷകളിൽ ഉണ്ടാവും. അല്പസ്വല്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം. അർത്ഥമാണ് ഫസൽ. ഖണ്ഡിക എന്ന അർത്ഥമുണ്ട്, ക്ലാസ് എന്ന അർത്ഥമുണ്ട്.
ഇവിടെ എന്താണ്? ഇവിടെ യൗമൽ ഫസൽ, ഖണ്ഡിതമായ തീരുമാനമെടുക്കുന്ന ദിവസം, അല്ലെങ്കിൽ സത്യത്തിന്റെയും അല്ല എന്താ പറയാ സച്ചരിതരായ ആൾക്കാരെയും ദുഷ്കർമ്മികളായ ആൾക്കാരെയും വേർതിരിക്കുന്ന ദിവസം, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന എന്താണ് ആരാണെന്ന് തീരുമാനിക്കുന്ന ദിവസം, അങ്ങനെ ഏത് അർത്ഥത്തിലും പറയാം. യൗമൽ ഫസൽ എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമയാണ്, അല്ലെങ്കിൽ യൗമുദ്ദീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ വിഷയത്തിൽ തന്നെ ഒരു പഠനം നടത്താം. ഖിയാമത്ത് നാളിനെ കുറിച്ച് എന്തെല്ലാം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിനെ യൗമുൽ ഖിയാമത്ത് അഥവാ പുനരുത്ഥാന ദിവസത്തെ കുറിച്ച് പറയാൻ എന്തെല്ലാം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യൗമുദ്ദീൻ, മറ്റൊന്ന് യൗമുൽ ഫസൽ. കറുപ്പ് ഇത് വന്നിട്ടുണ്ടല്ലോ, യൗമുൽ ഫസൽ, അതേപോലെ യൗമുൽ ഖിയാമത്തും പറഞ്ഞിട്ടുണ്ട്. മറ്റേതൊക്കെ പദങ്ങളുണ്ടോ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കാം. അത് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കാം. കാന മീഖാത്ത, അത് എന്തായിരിക്കുന്നു? മീഖാത്തായിരിക്കുന്നു. മീഖാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. മീഖാത്ത് എവിടെ കേട്ടിരിക്കുന്നത്? സമയം നിർണയിക്കപ്പെട്ടത്. അത് നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് വായിച്ചു പറയാണ്, അല്ലെങ്കിൽ പരിഭാഷ കാണാൻ പഠിച്ചിട്ട് പറയാണ്. പരിഭാഷ കാണാൻ പഠിച്ചിട്ട് പറയാം. നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, അതെന്താണ്? അത് ആ ആയത്ത് കാണാൻ പഠിച്ചിട്ട് പറയാണ്. മീഖാത്ത് കേട്ടിട്ടുണ്ട് ആരുണ്ട്? ഇവിടെ അല്ലാതെ, ഈ ഖുറാനിലെ പദത്തിലല്ലാതെ. ഹജ്ജിന്റെ സമയത്ത്, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ മീഖാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു നിശ്ചിത സ്ഥലം. നിശ്ചിത സ്ഥലമാണ്, നിർണിത സ്ഥലമാണ് അത്. അത് നിർണിത സ്ഥലം. അപ്പൊ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിർണിത സ്ഥലം അല്ലെങ്കിൽ നിർണിത സമയം. സമയം നിശ്ചയിക്കപ്പെട്ടത് മീഖാത്ത്. അഥവാ ഇസ്മു മക്കാനും ഇസ്മു മക്കാനും അതേപോലെ എന്താണ് ലർഫുൽ ജമാനും ലർഫുൽ മക്കാനും എന്തായിരിക്കും? ഒരേ പദമായിരിക്കും ഉപയോഗിക്കുക. സ്ഥലത്തെ സൂചിപ്പിക്കാനുള്ളതും അതേപോലെ സമയത്തെ സൂചിപ്പിക്കാനുള്ളതുമായ പദം ഒരു പദമായിരിക്കും. ഖുർആന്റെ മേലെ ഒരു കറുപ്പൊരുത് വന്നിട്ട് കാണില്ല പകുതി ഭാഗം. അത് നിങ്ങളുടെ കുഴപ്പമായിരിക്കും, നിങ്ങളുടെ മൊബൈലിന്റെ കയ്യിൽ. നമ്മളിവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രോബ്ലം ഇല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രോബ്ലം അല്ല. അവിടെ ഉണ്ട്, ബോർഡില് കറുപ്പ് വീണ് കിടക്കുന്നുണ്ട്. ബ്ലാക്ക് കാണുന്നുണ്ട്, ഫുൾ ആയിട്ട് കാണുന്നില്ല. ഖുറാന്റെ ഫുൾ പേജ് കാണുന്നില്ല. ഖുർആന്റെ ഫുൾ പേജ് കാണുന്നില്ല. എന്റെ വീഡിയോ കാണുന്നുണ്ടോ? വീഡിയോ കാണുന്നുണ്ട്, പുസ്തകം കാണുന്നുണ്ട്. ഖുറാന്റെ പേജില് കറുത്ത ബോർഡ് പോലെ വന്ന് കിടക്കുന്നു. അതന്നെ. ഇപ്പൊ പോയില്ലേ? താഴത്തേക്ക് കുറച്ച് പോയിട്ടുള്ളൂ, കുറച്ച് താഴേക്കായിട്ടുള്ളൂ. വീഡിയോ കാണുന്നില്ലേ? വീഡിയോ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഖുർആൻ കംപ്ലീറ്റ് ചെയ്യണം. ഉസ്താദിന്റെ വീഡിയോ ഒക്കെ അല്ല, ബോർഡിലാണ്. ഓക്കെ, ഇപ്പൊ ഖുർആൻ കംപ്ലീറ്റ് കാണാമല്ലോ. പഠിപ്പിക്കുന്ന ആയത്ത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പഠിപ്പിക്കുന്ന ആയത്ത് മാത്രം. കുറച്ചും കൂടി താഴത്തേക്ക് പോണം. അത് ഇന്ന യോമൽ ഫസ്ലി കാന മീഖാത്ത് കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ട്. അത്ര നോക്കിയാൽ മതി. ഓതുന്ന ആയത്ത് കാണുന്നുള്ളത് മാത്രം നോക്കിയാൽ. ഓക്കെ. ബാക്കി ഇതിനിടയിൽ വരുന്ന ആ സ്ക്രീനിനിടയിലാണ് എന്റെ വീഡിയോ എടുത്തു വെക്കുന്നത്. നിങ്ങൾ എവിടെ കണ്ടാലും ഞാൻ എടുത്തു വെക്കുന്ന അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് അത് പാരായണം ചെയ്യുന്ന അടുത്ത ആയത്തിലേക്ക് പോകുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റി. ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ഓക്കെ, അതാണ് മീഖാത്താണ്. അപ്പോ സമയം നിർണയിക്കപ്പെട്ടതാണ്. ഇന്ന യൗമൽ ഫസ്ലിൽ കാന മീഖാത്ത. അപ്പൊ എപ്പോഴെങ്കിലും നടക്കുമെന്നല്ല, അത് നിർമ്മിത സമയത്ത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നടക്കും. നമ്മൾ ഈ സൂറത്ത് തുടങ്ങിയത് ഏത് വിഷയം പറഞ്ഞുകൊണ്ടാണ്? സൂറത്ത് തുടങ്ങിയത് ഏത് വിഷയം പറഞ്ഞുകൊണ്ടാ? ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്തായിരുന്നു? ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുമോ എന്നതിനെ കുറിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ആ ദൃഷ്ടാന്തങ്ങളെല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം വീണ്ടും അവരുടെ ചർച്ചയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താ പറയാ, ഖണ്ഡിതമായും നടക്കുന്ന ദിവസമാണ്.
നമ്മൾ പറയില്ലേ അറുത്ത് മുറിച്ച് പറഞ്ഞു എന്ന് പറയുമല്ലോ. അറുത്ത് മുറിച്ച് പറയാവുന്ന ഒരു ദിവസമാണ് അത്. അതാണ് ഫാസില്, യൗമൽ ഫാസില്. മീഖാത്ത, അതെന്താണ്? ഫിക്സഡ് ടൈമാണ്. ഫിക്സഡ് ടൈമിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അത് നടന്നിരിക്കും. യൗമ യുൻഫഖു ഫിസ്സൂർ. യൗമിന് ഫത്ഹ് വരാൻ കാരണം അത് സമയത്തെ, അതെങ്കിൽ ആ സമയത്തെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ട് ആ സമയത്തെ, സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന പദത്തിന് എപ്പോഴും നെസ്ബായിരിക്കും. യൗമ യുൻഫഖു. യുൻഫഖു എന്നത് എന്ത് തരം ക്രിയയാണ്? അപൂർണക്രിയ. അപൂർണ ക്രിയയാണ്. പിന്നെ പിന്നെന്തേലും ക്രിയയാണ്? കർമ്മണി കർമ്മണി പ്രയോഗം. അപ്പൊ എന്താണ്? മജ്ഹൂലാണ്. കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ. മജ്ഹൂൽ എന്നാണ് അറബിയിൽ പറയുന്നത്. കർത്താവ് അറിയപ്പെടാത്ത ക്രിയ. യൗമ യുൻഫഖു, ഊതപ്പെടുന്ന ദിവസം. ആരാണ് ഊതുന്നത് എന്ന് പറഞ്ഞില്ല. ഊതപ്പെടുന്ന ദിവസം. നഫഖ ഊതി, നുഫിഖ ഊതപ്പെട്ടു. യൻഫഖു ഊതും, യുൻഫഖു ഊതപ്പെടും. യൻഫഖു, നഫഖ യൻഫഖു കേട്ടോ. യുൻഫഖു. അപ്പൊ കർമ്മണി പ്രയോഗം വരുമ്പോഴത്തേക്ക് നസറ യൻസുറു വന്നാലും നസറ നുസിറയാകും, യൻസുറു യുൻസറു ആകും. അപ്പൊ യൻഫഖു യുൻഫഖു ആയി. യൗമ യുൻഫഖു, ഊതപ്പെടുന്ന ദിവസമാണ് ഫിസ്സൂർ, കാഹളത്തിൽ. അപ്പൊ ഈ യൗമൽ ഫസ്ൽ, ഖണ്ഡിതമായ ദിവസം എന്ന് പറയുന്നത് യൗമൽ ഖിയാമത്താണ്. അതായത് പുനരുദ്ധാന ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പുനരുദ്ധാനം സംഭവിക്കുന്നതിന് വേണ്ടി രണ്ടാമത് ഊതപ്പെടുന്ന ദിവസമാണ്. ആദ്യം ഒരു കാഹളത്തിൽ ഊതപ്പെടും. സൂർ എന്ന് പറഞ്ഞ കാഹളം എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുന്നതിന് വേണ്ടി രാജാക്കന്മാരെയൊക്കെ ഉപയോഗിച്ചിരുന്ന ആദ്യം ഒരു വലിയ ഒരു കുഴലെടുത്ത് എന്ത് ചെയ്യും? ഊതും. അപ്പൊ നമ്മള് എന്താ പറയാ, വലിയ സാധനം വെച്ച് ഊതുന്ന പോലെ ഒരു ഊത് കേൾക്കും. അപ്പൊ എന്തായാലും വലിയ മുഴക്കം കേൾക്കും. എല്ലാവരും കാത് കൊടുപ്പിക്കും. എന്താ ഒരു വിളംബരം വരാൻ പോകുന്നത്, കാത് കൊടുപ്പിക്കും. പിന്നീടാണ് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ മൈക്കിൽ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സംഭവം ഇല്ല. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ ഒന്നുകൂടെ പറയും. അപ്പൊ കുറച്ചൊരു ജനങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ ഒന്നുകൂടെ പറയും. അങ്ങനെ 3 പ്രാവശ്യം പറയും പ്രധാനപ്പെട്ട. അന്ന് അങ്ങനെയല്ല. മുൻകാലം ഉണ്ടായിരുന്നത് കാഹളത്തിലൂതും. വലിയ ഒരു വിസില് ഊതുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഭയങ്കര മുഴക്കത്തിൽ ശബ്ദം കേൾക്കും. ഇപ്പോൾ നമ്മൾ സൈറൺ എന്നൊക്കെ പറയുമല്ലോ, സൈറൺ മുഴങ്ങുന്ന പോലെ അത് എല്ലാവരും ജനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാര്യം പറയും എന്നതുപോലെ ആദ്യം ഒരു കാഹളത്തിൽ ഊതപ്പെടും. ആ ഊതപ്പെടുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ലോകം അവസാനിക്കും. രണ്ടാമത് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. പിന്നീട് അതിൽ വീണ്ടും ഊതപ്പെടും. നുഫിഖ ഫീഹി ഉഖ്റ, മറ്റൊരു തവണ കൂടി ഊതപ്പെടും. ഫഇദാ ഹും, അപ്പോഴേക്കും അവർ അതാ ഖിയാമുൻ, എഴുന്നേറ്റ് വരുന്നു, യൻദുറൂൻ, നോക്കുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. കാരണം എന്താ? യൗമൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ സംഗതി. യൗമൽ ഫസ്ൽ ഖിയാമത്ത് നാള് നടക്കുന്ന വിചാരണ ചെയ്ത് എന്ത് ചെയ്യാണ്? ഇത് കല്ലും നെല്ലും വേർതിരിക്കുന്ന ദിവസം. ആ ദിവസം എന്ന് പറഞ്ഞപ്പോ എന്തായി? അത് രണ്ടാമത്തെ കാഹളത്തിൽ ഊതിനെ കുറിച്ചാണ് പറഞ്ഞത്. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. അപ്പോൾ എന്ത് ചെയ്യും? തഅതൂനയുടെ ഫീൽ മാദി എന്താണ്? അത്തയുടെ കർത്താവിന്റെ രൂപം എന്തായിരിക്കും? മാഷാ അല്ലാഹ്. അപ്പൊ തഅതൂന, നിങ്ങൾ വരും. അഫ്വാജൻ. അഫ്വാജിനെവിടെ നമ്മൾ ആദ്യം പഠിച്ചത്? അബാബിൽ പക്ഷികൾ കൂട്ടമായി വരുന്നു. ആണോ? അബാബിൽ പക്ഷികൾ കൂട്ടമായി വരുന്നെന്ന് പറഞ്ഞാൽ അബാബിൽ പക്ഷിയെ കുറിച്ച് ആരാ പറഞ്ഞത്? അബാബിൽ പക്ഷിയെ കുറിച്ച് ആരാ പറഞ്ഞത്? ജനങ്ങൾ കൂട്ടമായി. അല്ല, അബാബിൽ പക്ഷികളെ കുറിച്ച് ആരാ നിങ്ങൾക്ക് പറഞ്ഞത്? അബാബില് സൂറത്ത്
നസർ സൂറത്ത് നസർ സൂറത്തുൽ നസർ. നസർ. രാജാ നസറുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി ജനങ്ങൾ അഫ്വാജ കൂട്ടം കൂട്ടമായി വരുന്നത് ഓക്കെ. നിനക്ക് കാണാം ദീനിലേക്ക്. വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അല്ലെ, അബാബി പക്ഷികളെ കുറിച്ച് ആരാ പറഞ്ഞത്? ആദ്യത്തെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് വരുമ്പോഴേക്കും ആദ്യം എന്ത് ചെയ്യണം, ബോർഡ് മുഴുവൻ മായ്ക്കണം. ബോർഡ് മുഴുവൻ മായ്ച്ചിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. ഞാൻ ആദ്യം ക്ലാസ്സിൽ ചെന്നാൽ ബോർഡ് കംപ്ലീറ്റ് മാറ്റി എന്നിട്ടാണ് ഞാൻ എഴുതി പഠിപ്പിക്കുക. അല്ലാതെ വേറൊരു മാഷ് എഴുതിയതിന്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ടല്ല എഴുതുക. അതുകൊണ്ടാണ് തൗഹീദ് പഠിപ്പിക്കാൻ നേരത്ത് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഇലാഹിനെ മുഴുവൻ നിഷേധിക്കുക, എന്നിട്ടാണ് ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അബാബീൽ എന്ന് പറഞ്ഞാൽ അഫ്വാജിന്റെ പര്യായ പദമാണ്. അബാബീൽ അല്ലാതെ അബാബീൽ എന്ന് പറഞ്ഞാൽ പക്ഷികളല്ല. പക്ഷികൾ അതിന് മുമ്പ് വേറെ പറഞ്ഞിട്ടുണ്ട്. പഠിച്ച് നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, വിത്ത് ഹാൻഡ് ചെയ്യണോ, തടഞ്ഞു വെക്കണോ സർട്ടിഫിക്കറ്റ്? അപ്പൊ എല്ലാം പഠിച്ചു തീർന്നിട്ട് നിങ്ങൾ പറയാണ് അബാബിൽ എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. പൈറൻ വേറെ പറഞ്ഞിട്ടുണ്ട്, പൈറൻ വേറെ പറഞ്ഞിട്ടുണ്ട്, അതാണ് പക്ഷികൾ. അബാബിൽ വേറെയാണ്, അല്ല അബാബിൽ എന്ന് അതിന്റെ പേരല്ല. ഓക്കെ. അഫ്വാജൻ, അപ്പോൾ നിങ്ങൾ സംഘം സംഘങ്ങളായി വരും, കൂട്ടം കൂട്ടങ്ങളായി വരും. അർത്ഥം ആകാശം തുറക്കപ്പെടും. പെട്ടാൽ എന്നൂടെ നീട്ടി പെട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാ വന്നിട്ടുണ്ടോ? ഇതാ മുന്നിൽ കിടന്നിട്ടുണ്ടോ? ആകാശം തുറക്കപ്പെടും. യൗമ യുൻഫഖു, ഊതപ്പെടുന്നത്. അഫ്വാജ, നിങ്ങൾ കൂട്ടം കൂട്ടമായി. ആകാശം തുറക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാ മാവി ഉപയോഗിച്ചത്? ഖണ്ഡിതമായി ഇത് സംഭവിക്കുന്നതാണ്. നീക്കാത്ത് എന്ന് പറഞ്ഞ പോലെ അത് ആ ഫിക്സ ടൈമിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാനാണ് ഫുത്തിഹത്ത് അസ്സമാ, ആകാശം തുറക്കപ്പെട്ടത് തന്നെ. ഈ കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം ആകാശം തുറക്കപ്പെട്ടത് തന്നെ. അടി കിട്ടിയത് തന്നെ എന്ന് പറയില്ല. ആ മാഷ് വന്നു കഴിഞ്ഞാൽ അടി കിട്ടിയത് തന്നെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വന്നാലാണ് അടി കിട്ടുന്നത്. ഭാവി എല്ലാ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അടി കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞാൽ മാവിയായിട്ടാ പറഞ്ഞത്, പൂർണ്ണക്രിയ രൂപത്തിലാണ് എന്നതുപോലെ ഫുത്തിഹത്തി സമാഉ, ആകാശം തുറക്കപ്പെട്ടത് തന്നെ, തുറക്കപ്പെടും. ഫക്കാനത്ത് അബുവാബ. അപ്പൊ ഇവിടെ അഫ്വാജൻ എങ്ങനെയാണ് ഫത്തഹത്തിന് മീൻ വന്നത്? അത് ചോദിക്കാതെ ചോദ്യമാണ്, ഇപ്പൊ ചോദിക്കുക. അഫ്വാജൻ ഫത്തഹത്തിന് മീൻ കൊടുത്തിരിക്കുന്നത് ഷാല് ആയിട്ട് പറയാൻ വേണ്ടിയാണ്. ഷാല്. നിങ്ങൾ വെയിറ്റ് അങ്ങോട്ട് പോകാൻ അത് നേരത്തെ ഉത്തരം പറയണമായിരുന്നു നിങ്ങൾ. ആരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ, അത് നോക്കിയിട്ട് പറയാം. ഓക്കെ. തഅതൂന, നിങ്ങൾ വരും. എങ്ങനെ വരും? ഏതവസ്ഥയിലാ വരുന്നത്? അഫ്വാജൻ, സംഘങ്ങളായ അവസ്ഥയിൽ, കൂട്ടങ്ങളായ അവസ്ഥയിൽ. അപ്പൊ അതാണ് അവസ്ഥ എന്ന് പറഞ്ഞത്. ഷാലാണ്. അപ്പൊ ഷാല് പറയാൻ വേണ്ടി ഉള്ള ഒരു രീതിയാണ് എന്ത്? ഫത്തഹ തൻവീൻ കൊടുത്തുകൊണ്ട് വരും. ഫത്തഹ തൻവീൻ കൊടുത്തുകൊണ്ട് വരും ഹാല് പറയുമ്പോൾ. ഫുത്തിഹത്തി സമാഉ, ആകാശം തുറക്കപ്പെട്ടത് തന്നെ. കാനത്ത് അബ്വാബ, അങ്ങനെ അത് ആയിത്തീരും. ഒരാൾ മാത്രമേ മറുപടി എഴുതിയുള്ളൂ അല്ലേ? രണ്ടുപേര് എഴുതിയായിരുന്നു. ഒരാളെ ഞാൻ തിരുത്തി, രണ്ടാമത്തെ ആള് ശരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നു. കാനത്ത് അബ്വാബ,
കാനത്ത് അത് ആയിരിക്കുന്നു. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാ പറഞ്ഞത്? അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതാണ് അതിന്റെ ഒന്നാം ഭാഗം. ഒന്നാം ഭാഗത്തിന് ലമ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിവിടെ വെളിവായി കാണുന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? മറിഞ്ഞിരിപ്പുണ്ട്. അതവിടെ ലമ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് രണ്ടാം ഭാഗമാണ് അത് എന്തായിത്തീരും? അബുവാബായിത്തീരും. അപ്പോ കാനയുടെ രണ്ടാം ഭാഗമായത് കൊണ്ടാണ് അവിടെ നെസ്ബ് ചെയ്തതെന്നാണ് ഉത്തരം. അപ്പൊ രണ്ടാം ഭാഗം ആകലെങ്ങനെ? ഫസ്റ്റ് ഭാഗം തന്നെ അല്ലേ? കാനത്ത് അബുവാബ ആ ഉത്തരം നിങ്ങൾ വായിച്ചു നോക്കിയോ? ആ ഉത്തരം നിങ്ങൾ വായിച്ചു നോക്കിയോ? ഒരാൾ ഉത്തരം വായിച്ചു നോക്കിയോ? അതിന്റെ ഇട്ടത് ഇങ്ങനെയുണ്ട്. പിന്നെ കാന്റെ ഒന്നാം പാർട്ടില് രണ്ടാം പാർട്ടുണ്ട്. ഒന്നാം പാർട്ടില് രണ്ടാം ഭാഗം എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അതാണ് അതിന്റെ ഒന്നാം ഭാഗം. എന്ത് പറയുന്നു? അതിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് രണ്ടാം ഭാഗം. ഇപ്പൊ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കാനത്ത് അതായിരിക്കുന്നു. അതാണ് ഒന്നാം ഭാഗം. അതിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? അബുവാബ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് രണ്ടാം ഭാഗം. അപ്പൊ കാന മീക്കാത്തൊക്കെ അപ്പൊ മീക്കാത്ത് വരാം. അതും അത് തന്നെ. യൗമുൽ ഫസ്ലി കാന അതായിരിക്കുന്നു. യൗമ് പുല്ലിംഗമായതുകൊണ്ടാണ് കാന ഉപയോഗിച്ചത്. സമാ സ്ത്രീലിംഗമായതുകൊണ്ടാണ് കാനത്ത് ഉപയോഗിച്ചത്. ഓക്കെ, കാന അതായിരിക്കുന്നു. മീഖാത്തൻ സമയം നിശ്ചയിക്കപ്പെട്ടത്. അപ്പൊ അതാണ് കാന ഉപയോഗിച്ച് അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നഹു കാന തവ്വാബ നമ്മൾ വീണ്ടും പറഞ്ഞായിരുന്നു. കാനയുടെ അർത്ഥം, കാനയുടെ ഗ്രാമർ പഠിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ ഇന്നഹു കാന തവ്വാബ ഉദാഹരണം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാനയില് ഒളിഞ്ഞിരിക്കുന്ന ഹുവയാണ് അതിന്റെ ഒന്നാം ഭാഗം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ ഒന്നാം ഭാഗം. അതിന്റെ അകത്തിരിക്കുന്ന കാരണം അകത്തിരിക്കുന്നോ ഇല്ല എന്ന് നമ്മൾ നോക്കുകയല്ല വേണ്ടത്. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെ കുറിച്ചാണ് പറയുന്നത്. യൗമൽ ഫസ്ലി കാന അത് ആയിരിക്കുന്നു. മീഖാത്ത് നിശ്ചിത സമയം നിശ്ചയിക്കപ്പെട്ടത്. യൗമുൽ ഫസ്ലി കാന അതായിരിക്കുന്നു. മീഖാത്തൻ സമയം നിശ്ചയിക്കപ്പെട്ടത്. അതേപോലെ ആകാശം തുറക്കപ്പെടും. ഫകാനത്ത് അബ്വാബ, അങ്ങനെ അത് വാതായനങ്ങളായി തീരും. ഇതൊക്കെ ഭാവിയിൽ നടക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആയിത്തീരും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വിഷയം, നമ്മൾ എന്തിന് ഖുർആൻ അറബി തന്നെ പഠിക്കുന്നു? അറബി തന്നെ എന്തുകൊണ്ട് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പാസ്റ്റ് ടെൻസ് ആയിട്ടാണ്, പൂർണ്ണക്രിയാ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ അത് തുറക്കപ്പെടും, അങ്ങനെ ആയിത്തീരും എന്നൊക്കെ ഭാവി കാലക്രിയയിൽ പറയാൻ നമുക്ക് എന്താ അധികാരം? പക്ഷെ നമ്മളെ ഭാഷ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പണ്ഡിതന്മാരങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? ഏകോപിച്ച് തീരുമാനിച്ചാണ്, അങ്ങനെയാണ് അവര് പരിഭാഷ പഠിക്കുന്നത്. അതുകൊണ്ട് ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് അതിനെ ഉപയോഗിക്കുന്നു. അതേസമയത്ത് അറബി ഭാഷയിൽ പൂർണ്ണക്രിയാ രൂപത്തിലാവുന്നത്. നമ്മൾ വീണ്ടും വായിക്കുന്ന അറബി ഖുർആനാണ്, അതാണ് വായിക്കുന്നത്. അത് വായിക്കുമ്പോഴാണ് പുണ്യം കിട്ടുന്നത്. അത് വായിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ കയറുന്നത്, തറയ്ക്കുന്നത്. അതിന്റെ ഒറിജിനൽ ഇൻഫ്ലുവൻസ്, സ്വാധീനം കിട്ടുന്നത് അറബി ഭാഷയിൽ തന്നെ പഠിക്കുമ്പോഴാണ്. അങ്ങനെ അത് വാതായനങ്ങളായി തീരും. ആകാശം തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇന്നെന്താണ്? ഇന്ന് അതിന് പല അവസ്ഥയിലാണുള്ളത്, അല്ലെ? നമ്മൾ പറയുന്ന അന്തരീക്ഷമുള്ള ഭാഗം, അത് കഴിഞ്ഞിട്ട് പിന്നെ ശൂന്യ ആകാശം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു പോക്ക് അങ്ങ് പോവാണ്. അതിന്റെ ഏതോ ഭാഗത്തൊക്കെയാണ് ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും അങ്ങനെ കുറെ സംഗതികളൊക്കെ ഉള്ളത്. അതൊക്കെ പിന്നെ എന്തായിത്തീരും? എല്ലാം ഒരു ഓപ്പണിംഗ് ആയിത്തീരും. എല്ലാം ഡിസ്ക്ലോസ് ചെയ്യപ്പെടും. അവിടെ പിന്നെ ഒന്നും ഗോപ്യമായിട്ടില്ല, എല്ലാം തുറക്കപ്പെടും, എല്ലാം ഓപ്പൺ ആയിരിക്കും. പിന്നീട് അങ്ങനെ ഒരുപാട് വാതായനങ്ങളായിത്തീരും. ഒരുപാട് കവാടങ്ങൾ ഉള്ളതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഓപ്പണിംഗ് ആയിത്തീരും. അപ്പൊ സുയ്യിറത്തിൽ ജിബാലു,
ജിബാലിന്റെ ഏകവചനം എന്താണ്? ജബൽ ജബൽ അഫ്വാജിന്റെ ഏകവചനം എന്താണ്? ഫൗജ് ഫൗജ് അബുവാബിന്റെ ഏകവചനം? ബാബ് 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 ആ ബാബു. അപ്പൊ സുയ്യറത്തിൽ ജിബാൽ, സുയ്യറ പഠിക്കുമ്പോൾ അതിനാദ്യം നമ്മൾ അതിന്റെ 3 അക്ഷര രൂപം സാറ സഞ്ചരിച്ചു. അപ്പൊ സാറ എന്ന വാക്ക് ഖുർആനിലുണ്ട്. സാറ സഞ്ചരിച്ചു. ഫലമ്മ ഖളാ മൂസൽ അജ്ല സാറ ബി അഹ്ലിഹി. മൂസാ നബി അലൈഹി സ്വലാം തന്റെ അവധി പൂർത്തീകരിക്കുകയും സാറ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ ബി അഹ്ലിഹി തന്റെ കുടുംബത്തോടൊപ്പം. അപ്പൊ സാറ സഞ്ചരിച്ചു. അത് സാറ എന്ന് പറയുമ്പോഴത്തേക്ക് സീന് മധ്യത്തെ അലിഫ് വരുമ്പോൾ യഥാർത്ഥത്തിൽ മധ്യത്ത് അലിഫ് ആയിരിക്കില്ല. ദുർബലാശയങ്ങളിൽ അലിഫ് വന്നാൽ അത് റിയലി ഒറിജിനലി എന്തായിരിക്കും? ഒന്നുകിൽ വാവോ അല്ലെങ്കിൽ ജാവോ ആയി. ഒന്നുകിൽ വാവ് അല്ലെങ്കിൽ ജാ ആയി. അലിഫ് ആയിരിക്കില്ല. അതിന്റെ ക്രിയാധാതു നോക്കിയാൽ നമുക്ക് പലപ്പോഴും അതിനെ തിരിച്ചറിയാൻ പറ്റും. സാറാന്ന് പറയുമ്പോ അപ്പൊ അലിഫല്ലേ വരുന്നത്? സാറയില്ല, വെയിറ്റ് പറയുന്നത്. കാല എന്ന് പറഞ്ഞപ്പോൾ അതിന് കാലയ്ക്ക് അലിഫ് അല്ല യഥാർത്ഥത്തിലുള്ളത്. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ക്രിയാധാതു പറഞ്ഞു നോക്കണം. കാലയുടെ ക്രിയാധാതു എന്താണ്? കൗലാണ്. നാമ എന്ന് പറഞ്ഞു. അപ്പൊ നാമയുടെ ഒറിജിനൽ എന്തായിരിക്കും? നാമയുടെ ക്രിയാധാതു എന്താണ്? നൗമാണ്. അപ്പൊ നൂന് വാവ് മീമാണ് അതിന്റെ ഒറിജിനൽ. നൂന് വാവ് മീമാണ് ഒറിജിനൽ. അതേപോലെ കാലയുടെ ഒറിജിനൽ കാഫ് വാവ് ലാമാണ്. നമ്മൾ നേരത്തെ ഡിക്ഷണറി നോക്കാനൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഡിക്ഷണറി നോക്കുമ്പോ കാഫ് അലിഫ് ലാമ് നോക്കിയാൽ കാണില്ല. കാല നോക്കണമെങ്കിൽ കാഫും വാവും ലാമും നോക്കണം. എല്ലാ വാക്കിന്റെ അങ്ങനെ തന്നെ. അതായത് ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാണ്. ദുർബലാക്ഷരത്തിൽ അലിഫാണ് വരുന്നതെങ്കിൽ അത് ഒറിജിനലി അലിഫായിരിക്കുകയില്ല. അത് ഒന്നുകിൽ വാവോ അല്ലെങ്കിൽ ജാവോ ആയിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കാം. സാറയുടെ ക്രിയാധാതു എന്തായിരിക്കും? സയ്യിർ എന്നാണ്. അപ്പൊ സാറയുടെ ഒറിജിനൽ എന്താണ്? സീന് യാ റാ. അപ്പൊ അതിനെ സബ്ബഹാക്കുമ്പോ എന്താവും? സയ്യറ എന്നാവും. കാരണം അലിഫിന് ശബ്ദം കൊടുക്കാൻ പറ്റില്ല. അലിഫിന് എവിടെയെങ്കിലും ശബ്ദം കണ്ടിട്ടുണ്ടോ? ഇല്ല. അലിഫ് എന്ന് പറഞ്ഞാൽ 10 അംഗം ഇല്ലാത്തതാണ്. അത് വേറെ വിഷയം. അരി എത്ര ചോദിക്കും? പയർ 5 എന്നാണ് പറയുന്നത്. അപ്പൊ അലിഫിനെ കുറിച്ച് പറയുമ്പോൾ അലിഫാണ്. അലിഫ് എന്ന് പറഞ്ഞാൽ അത് മദ്ദിയാണ്, അല്ലാത്തത് അലിഫല്ല. ഓക്കെ. അപ്പോ അതിന് അതുകൊണ്ടാണ് സാറയെ അല്ലെങ്കിൽ സബ്ബഹ ഗ്രൂപ്പാക്കുമ്പോൾ സയ്യറ എന്നാണ്. സാറ സഞ്ചരിച്ചു, സയ്യറ സഞ്ചരിപ്പിച്ചു. പിന്നീട് അതിനെ മജ്ഹൂലാക്കുമ്പോ കർമ്മണി പ്രയോഗമാക്കുമ്പോ സുയ്യറ സഞ്ചരിപ്പിക്കപ്പെടും. സുയ്യറത്തിൽ ജിബാലു ഇവിടെ പറഞ്ഞ മാവിയിലാണ്. ജിബാല് പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെട്ടത് തന്നെ. അല്ലെങ്കിൽ പണ്ഡിതന്മാര് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് പോലെ സുയ്യറത്തിൽ ജിബാലു പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടും. അപ്പൊ പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടും എന്ന് പറയാൻ കാര്യം എന്താ? പർവ്വതങ്ങൾ മുകളിൽ കാണുന്നതിന്റെ ഡബിൾ താഴോട്ടുണ്ട്. മുകളിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിമുറിച്ച് ജനങ്ങൾ മലകൾ തകർത്തതിന്റെ ബാക്കിയല്ല. ഒറിജിനലി ഉണ്ടായിരുന്ന ഹൈറ്റിന്റെ ഡബിൾ താഴോട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ കുഴിച്ച് വരുമ്പോഴത്തേക്കാണ് എല്ലാം ഇളകി പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കി വെള്ളം ചാടുന്നത്. വെള്ളം ചാടുമ്പോഴത്തേക്ക് ഈ പർവ്വതങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നേരത്തെ തന്നെ അതിന്റെ മുകളിലുള്ള സംഭവങ്ങൾ ഇളകി കളഞ്ഞു, അത് ഉറച്ചിരിക്കാണ്. അതുകൊണ്ട് ജിബാൽ ഔത്താദാന്ന് പറഞ്ഞു. പർവ്വതങ്ങളെ നാം മറ്റേ ആണിയാക്കിയെന്ന് പറഞ്ഞു. ആണിയാക്കി അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ആ പർവ്വതങ്ങൾ അങ്ങനെ താഴോട്ട് 2 മടങ്ങുള്ള
ഉറപ്പിച്ച് നിർത്തിയിരുന്ന ഔത്താദായിട്ട് ആണി അടിച്ചു നിർത്തിയിരുന്ന പർവ്വതങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ പർവ്വതത്തെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ, പർവ്വതങ്ങൾ എന്തായി തീരും പറഞ്ഞത്? الجبال أوتادا. അല്ലല്ല, പർവ്വതങ്ങൾ എന്തായി തീരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കടഞ്ഞ രോമം പോലെ. കടഞ്ഞ രോമം പോലെ ആയിട്ട്. തകൂനുൽ ജിബാലു കൽ എഹിനിൽ മൻഫൂഷ്. كالفراش المبثوث. ഫറാഷ് എന്ന ജിബാലിനെ കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് അരി എത്ര ചോദിക്കും, പയറഞ്ഞാടി എന്ന് പറയും. ജിബാലു തകൂൻ ജിബാലു കൽ എഹിനിൽ മൻഫൂഷ്. പർവ്വതങ്ങൾ കടഞ്ഞ രോമങ്ങൾ പോലെ ആയിരിക്കും. അപ്പൊ പർവ്വതങ്ങൾ ഇവിടെ പറഞ്ഞ സീറത്ത് ജിബാൽ എന്നാണ്. പർവ്വതങ്ങൾ ഉറപ്പിച്ചു നിർത്തപ്പെട്ട, ആണിയായി അടിച്ചു താഴ്ത്തി നിർത്തപ്പെട്ട പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടും. അവിടെ പറഞ്ഞത് പർവ്വതങ്ങൾ ഇത്രയും ഉറപ്പായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, ഉറച്ചു നിൽക്കുന്ന കടുകട്ടിയായ പാറപോലും വെറും ചൂളിയായി പറന്ന് നടക്കും. പഞ്ഞിയിലത്ര പോലും ഭാരമില്ലാതെ പറന്ന് നടക്കും. അങ്ങനെയാണ് സീറത്ത് ജിബാലു ഫക്കാനത്ത് സറാബ. ഇവിടെ പറഞ്ഞ എന്താണ്? ഇതെല്ലാം ഉൾപ്രേക്ഷയാണ്. ഉൾപ്രേക്ഷ ഉപമയുടെ അപ്പുറത്തുള്ള സംഭവം. ഉൾപ്രേക്ഷ കേട്ടുണ്ടോ? ഉൾപ്രേക്ഷ മലയാളത്തിൽ അലങ്കാരം പറയുന്നുണ്ട്. ഉൾപ്രേക്ഷ എന്താ? ഉൾപ്രേക്ഷ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഉൾപ്രേക്ഷാഖ്യായലങ്കൃതി. മലയാളം ഭാഷ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞത്. അതങ്ങനെ എഴുതി വെച്ചു, എന്താ മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ ഇത് എന്ന്. മറ്റൊന്നിനെ കണ്ടതുകൊണ്ട് അത് തന്നെ അല്ലയോ ഇത് എന്ന് തോന്നുന്നതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? സീറത്തിൽ ജിബാൽ പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെട്ടു. കാനത്ത് അതായിത്തീരും. നേരത്തെ പറഞ്ഞ എന്താ? തകൂൻ ജിബാൽ കൽ എഹിനിൽ മൻഫൂഷ്, കടഞ്ഞ രോമം പോലെ പറഞ്ഞു നടക്കുന്നതാണ്. ഇവിടെ അതിനേക്കാളും എന്ത് ചെയ്തിരിക്കുകയാണ്? വളരെ ലോലമായ അവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത്. പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുകയും കാനത്ത് സറാബ, അത് മരീചികയായിത്തീരും. മരീചിക. മരീചിക എന്ന് പറഞ്ഞാല് മരീചിക എന്ന് പറഞ്ഞാൽ മിറാഷ്. മിറാഷ് ഒന്നുമില്ലാത്ത സ്ഥലം, നിരപ്പായ സ്ഥലം. ഒന്നുമില്ലാത്ത സ്ഥലം ഒന്ന് കണ്ട മറ്റൊന്നാണ് തോന്നുന്നത്. അതുമല്ല. വെള്ളം മിറാഷ് എന്ന് പോലെ. പറഞ്ഞാൽ പറഞ്ഞുതരാം. يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا فوفاه الذين كفروا أعمالهم كسراب والذين كفروا സത്യനിഷേധികളുടെ അവസ്ഥ ഇതാണ്. അഅ്മാലുഹും, അവരുടെ പ്രവർത്തനം കശറാബിൻ, അത് ശറാബ് പോലെയാണ്. അതെന്താണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കശറാബിൻ ഖിയഅത്താണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒഴിഞ്ഞ സ്ഥലം. അത് മരുഭൂമിയിലെ സറാബ് പോലെയാണ്. എന്താണ് സറാബ്? ദാഹമുള്ളവൻ വിചാരിക്കും അത് വെള്ളമാണെന്ന്. അവൻ അതിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണുകയില്ല. അതാണ് മിറാഷ് എന്ന് പറയുന്ന സറാബ്. നമ്മള് നട്ടുച്ച നേരത്ത് ചൂടുള്ള ദിവസം, നല്ല ചൂടുള്ള ദിവസം, നട്ടുച്ച നേരത്ത് വാഹനങ്ങൾ സഞ്ചരിക്കാത്ത അവസ്ഥയിൽ, അതായത് വല്ല എന്താ പറയാ ഹർത്താലോ അതുപോലെ കടയടപ്പ് സമരമോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സമയമോ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നീണ്ടു കിടക്കുന്ന റോഡിൽ, ടാർ ചെയ്ത റോഡിൽ കുറെ ദൂരത്ത് നോക്കിയാൽ അങ്ങറ്റം കാണുന്ന ഒരു കാഴ്ച ഉണ്ടാവും. അപ്പൊ വെള്ളം ഓളം വെട്ടുന്നത് പോലെ തോന്നി. പക്ഷെ അങ്ങോട്ട് ചെല്ലുന്തോറും അത് പിന്നെയും അകന്നകന്ന് പോകും. അങ്ങനെ അടുത്ത വളവിലെത്തുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ അതിനെ കാണുകയില്ല. അതാണ് സറാബ്. അപ്പൊ നേരത്തെ പറഞ്ഞ പർവ്വതങ്ങളെ കുറിച്ച് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചാഞ്ചാടും, ബോഡി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് രണ്ടാമത്തെ ഉപമയാണ് എന്ത്? ഉൾപ്രേക്ഷയാണ് പറഞ്ഞത്. പഞ്ഞി പോലെ, കടഞ്ഞ രോമം പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിനേക്കാളും ലോലമായ അവസ്ഥയാണ് പറഞ്ഞത് സറാബ. അപ്പം മരീചിക പോലെയാണ്. അപ്പൊ പിന്നെ അവിടെ ഒന്നുമില്ല, ഒരു എൻറ്റിറ്റിയും ഇല്ല, ഒരു കനമുള്ള ഒരു വസ്തുവും ഇല്ലാത്ത ഒരു അവസ്ഥയായി മാറും. അത് അതിന്റെ അടുത്ത് എന്ന് നോക്കുമ്പോൾ പിന്നെ ഒന്നുമില്ല,
അതാണ് സറാബ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞതാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും സുവ്യക്തമായും ഉറപ്പായും നടക്കുന്നതാണ്. ഇതാണ് ഖുർആൻ പറയുന്ന ഖിയാമത്ത് നാളെ, അല്ലെങ്കിൽ ഖുർആൻ പറയുന്ന ഒരു വിഷയം വ്യക്തമായും ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്. അതിൽ വേറെ ഒരു ഊഹാപോഹങ്ങളും സംശയത്തിന്റെ അവസ്ഥയൊന്നും തന്നെ ഇല്ല. ഖുർആൻ പറയുന്ന 3 അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഖിയാമത്താണെന്ന് പറയുന്നത്, പുനരുത്ഥാനം എന്ന് പറയുന്നത്, പരലോക വിശ്വാസം. അത് വളരെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും. അന്ന് എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകും എന്നതും വ്യക്തമായി പറഞ്ഞു. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ പറയുകയാണ് ഇന്ന ജഹന്നമക്കാനത്ത് മിർസാദ. അത് കഴിയുമ്പോഴേക്കും ഇതാ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കേട്ടോളയും സൂക്ഷിച്ചോളയും. ഇന്ന ജഹന്നമ, തീർച്ചയായും ജഹന്നമ. എന്തുകൊണ്ടാണ് ജഹന്നമു എന്ന് പറയുന്നത്? ഇന്നയുടെ ഒന്നാം ഭാഗമായിട്ട് വന്നതല്ല കേട്ടാ, ഇന്നയുടെ ഒന്നാം ഭാഗമായി വന്നതുകൊണ്ടാണ്. ഇന്ന ജഹന്നമ കാനത്ത്, അതായിരിക്കുന്നു. അപ്പൊ കാന ഉപയോഗിച്ച് അതിനെ കുറിച്ചാണ് പറഞ്ഞത്. കാനത്ത്, അതായിരിക്കുന്നു മിർസാദൻ, പതിസ്ഥലം. പതിസ്ഥലം എന്ന് പറഞ്ഞാൽ കള്ളന്മാര് അല്ലെങ്കിൽ കൊള്ളക്കാര് ആരെങ്കിലും കൊള്ളയടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഘാതകന്മാര് കൊലയാളികൾ കൊല്ലാൻ വേണ്ടിയോ കാത്തിരിക്കും. പെട്ടെന്ന് വരുന്നയാള് കാണാതെ ഒളിച്ചിരിക്കും. എന്നിട്ട് ആൾ അടുത്തെത്തി കഴിയുമ്പോഴേക്കും ചാടി വീഴും. അതാണ് പതിയിരിപ്പ് എന്ന് പറയുന്നത്. പതിഞ്ഞിരുന്ന് ഒളിച്ചിരുന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയാണ് മിർസാദ്. അപ്പോ നിങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരകം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അത് എപ്പോഴാണ്, എപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണോ? എത്ര വലിപ്പം എല്ലാവരെയും അതിനകത്തിടാൻ പറ്റുമോ? എല്ലാവർക്കുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുമോ? ലോകമാവുന്ന ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ ജനങ്ങളെയും അതിലെങ്ങനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും? ഇതിനൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളൊക്കെ അപ്രസക്തമാണ് എന്ന് പറയുകയാണ്. ജഹന്നമ കാനത്ത് മിർസാദ, അതെന്താ തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തില് മിർസാദ തയ്യാറായിരിക്കുകയാണ്. അത് പതിസ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരിപ്പുണ്ട്, നിങ്ങളെ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? ഈ ത്വാഗീൻ. ത്വാഗീന്റെ അർത്ഥം ചോദിച്ചാരാ? അപ്പൊ നമ്മൾ എവിടെ പഠിച്ചു ഈ വാക്ക്? എവിടെ പഠിച്ചിട്ടുണ്ട്? ഇന്നൽ ഇൻസാന ലയത്ഗാ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അപ്പൊ മാവിയും പഠിച്ചു, മുളാരിയും പഠിച്ചു. അതിന്റെ അപ്പൊ തഗാ എന്ന അവസാനം ദുർബലാക്ഷരം വന്നാൽ അതിന്റെ കർത്താവ് എന്തായിരിക്കും? തഗാ എന്ന് അവസാനം ദുർബലാക്ഷരം വന്നാൽ അതിന്റെ കർത്താവ് എന്തായിരിക്കും? ഹദ എന്ന അവസാനം ദുർബലാക്ഷരം വന്നാൽ അതിന്റെ കർത്താവ് എന്തായിരിക്കും? തഗാ എന്ന ദുർബലാക്ഷരം വന്നാൽ അതിന്റെ കർത്താവ് എന്തായിരിക്കും? താഹിൻ എന്നാണ് അതിന്റെ ഏകവചനം. അതിന്റെ ബഹുവചനം എന്തായിരിക്കും? താഹിന്റെ ബഹുവചനം താഹൂൻ. പിന്നീട് ലീ വന്നപ്പോ എന്തായി? ഊനെ ഈനയാക്കി. അപ്പൊ ലീ വരാതെ ഓനാവൂലല്ലേ, താവൂനാവൂലല്ലേ, താഹീനാവൂലല്ലേ? ലീ വരാതെ താഹീനാവൂലല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെസ്റാനുള്ള എന്തെങ്കിലും കാരണമല്ലോ. അതുകൊണ്ട് ആലമൂൻ എന്ന് പറയുന്നത്, ആലമൂനാണ് ലോകങ്ങൾ. റബ്ബിൽ ആലമീൻ, റബ്ബിനെ ആലമീനിലേക്ക് ആലമൂനിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോഴാണ് അതിന് കെസ്ർ വന്നിട്ട് ആലമീനായി മാറുന്നത്. അപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടെല്ലാം റബ്ബുൽ ആലമീൻ എന്നായിരിക്കും പറയുന്നത്. അപ്പോ റബ്ബുൽ ആലമീൻ എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആലമീൻ എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആലമീനാണ് വാക്കുന്നത്, അങ്ങനെയല്ല, ആലമൂനാണ്. പിന്നീട് ഇളാഫത്ത് ചെയ്തപ്പോ കെസ്ർ വന്നപ്പോഴാണ് ആലമീനായത്. അതേപോലെ താഹൂൻ എന്നാണ്, താഹിൻ എന്ന ഏകവചനത്തിന്റെ ബഹുവചനം താഹൂൻ എന്നാണ്. ലീ വന്നുകൊണ്ട് താഹീൻ എന്നാണ്. അതിന്റെ അർത്ഥം അറിയണമെങ്കിൽ ത്വഗാ, രണ്ടുപേരെ കുറിച്ചാണ് നമ്മൾ അത് പഠിച്ചത്. ഒന്ന് അബൂ ജഹലിനെ കുറിച്ച്,
രണ്ട് ഫിറഔനെ കുറിച്ച് പറഞ്ഞു. അബൂജഹലിനെ കുറിച്ച് എപ്പോഴാ പറഞ്ഞത്? അബൂജാല് ഉത്ബത്ത് ഷൈബത്ത് കല്ലാ പിന്നെ ഇന്നൽ ഇൻസാന ലയത്ഗാ. അല്ല, മനുഷ്യനിതാ അതിരി കവിയുന്നു. അപ്പൊ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടാൻ പോയ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ. ഫിറഔന്റെ അടുക്കിലേക്ക് പോകൂ, അവൻ അതിരി കവിഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് അതിരി കവിച്ചിൽ കേട്ടോ. അതാണ് യഥാർത്ഥത്തിലെ ത്വഗ എന്ന് പറഞ്ഞാലും താഗൂൻ ത്വാഗീൻ എന്നൊക്കെ പറയുന്നത് അത്തരം ആൾക്കാരെ കുറിച്ചാണ്. അങ്ങനെ അതിരി കവിഞ്ഞവരെ കുറിച്ച് അതിരി കവിഞ്ഞവർക്ക് വേണ്ടി പരിസ്ഥലമായി ഇരിക്കുകയാണ്. ത്വാഗീന് മആബ് ആയിട്ടാണ്. മആബിന്റെ അർത്ഥം ചോദിച്ചാരാണ്? ആ, മആബ് നമ്മൾ എവിടെ ചോദിച്ചു, എവിടെ പഠിച്ചു? സങ്കേതം നമ്മൾ പഠിച്ചു. സംഗീതം എവിടെ പഠിച്ചു? ഈ താഴിന് മഴ തന്നെയല്ലേ നമ്മൾ പഠിച്ച്? അതാണോ പഠിച്ചത്? നോക്കട്ടെ. നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന പറയല്ലേ, നേരത്തെ പഠിച്ച കാര്യം പറയും. നേരത്തെ പഠിച്ച് ഇന്ന ഇലൈന ഇയ്യാബഹും സുമ്മ ഇന്ന അലൈന ഇന്ന ഇലൈന ഇയ്യാബഹും. അപ്പൊ എന്താണ് ഇയാബ്? ഇയാബ് പറഞ്ഞപ്പോഴത്തെ ഞാൻ എന്റെ മാവി പറഞ്ഞു. ഇയാബിന്റെ മാവി എന്താണ്? ആബ. ആബ മടങ്ങി. ആബ മടങ്ങി. ആബ യഊബു. ആബ യഊബു. അതിന്റെ ഇസ്മു മക്കാനാണ് മആബ്. അപ്പൊ എന്താ? മടക്ക സ്ഥാനം. മടക്ക സ്ഥാനം. മക്കാന് സ്ഥലം. ഇസ്മു മക്കാൻ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദം. നമ്മൾ ഇസ്മുൽ ഫായിലും ഇസ്മുൽ മഫ്ഊലും ക്രിയാധാതും മാത്രമേ നാമമായിട്ട് പഠിക്കുന്നുള്ളൂ. അത് കൂടാതെ വേറെയും പല പദങ്ങൾ ഈ നമ്മൾ പഠിക്കുന്ന ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിലൊന്നാണ് ഇസ്മു മക്കാൻ. അതാണ് മആബ്. അപ്പൊ താഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഫ ചുറ്റി തവാഫ് ചെയ്തു. തവാഫ് ചെയ്തു അല്ലെ? തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന് എന്ത് പറയും? മത്താഫ്. അപ്പൊ അതേപോലെ പറഞ്ഞു നോക്കിയേ. ആബ യഊബു. താഫ യതൂഫ് പോലെയാണ് ആബ യഊബു എങ്കിൽ. അപ്പൊ മആബ് വരുമ്പോ എന്തായിരിക്കും അർത്ഥം? മടക്കസ്ഥാനം. മത്താഫ് താഫ് എന്ന സ്ഥലം. മആബ് മടക്കസ്ഥാനം. ലിത്വാഗീന മആബ. അത് അതിക്രമകാരികൾക്ക് മടക്കസ്ഥാനമായി പതിയിരിക്കുകയാണ്. പിന്നെ ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ പുതിയ പദങ്ങൾ എല്ലാം. സുയ്യറത്തിന്റെ മൂന്നക്ഷരക്രിയയുടെ മാവി എന്താണ്? സുയ്യറത്തിന്റെ മൂന്നക്ഷരക്രിയയുടെ മാവി. സാറ അല്ലെങ്കിൽ സാറ സഞ്ചരിച്ചു. അതിന്റെ സബ്ബഹ ഗ്രൂപ്പ് എന്താണ്? ഇങ്ങനെ പഠിക്കണം. ഏത് മൂന്നക്ഷരത്തിൽ കൂടുതലുള്ള ഏത് ക്രിയ കിട്ടിയാലും അതിനെ മൂന്നക്ഷരത്തിൽ അടിസ്ഥാനം എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പലപ്പോഴും അതിന്റെ ശരിക്കും മീനിങ് കിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ 3+ ആയിട്ടുള്ള ക്രിയ പഠിക്കുമ്പോൾ അതിന്റെ ഇപ്പൊ നിങ്ങൾ സാറ എന്ന വാക്ക് കൂടെ പഠിച്ചു. സുയ്യറത്ത് സഞ്ചരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. സയ്യറ സഞ്ചരിപ്പിച്ചു. സാറ സഞ്ചരിച്ചു. അപ്പോ ഒരു ക്രിയ കൂടി പഠിച്ചു. പിന്നെ മറ്റേ ക്രിയ പഠിക്കേണ്ടതില്ല. ഇങ്ങനെയാണ് നമ്മൾ 82% പഠിച്ചു എന്ന് പറയുന്നിടത്ത് 90, 97 അല്ലെങ്കിൽ 100% വാക്കുകളുടെ അർത്ഥമൊക്കെ കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ക്രിയകൾ നേരത്തെ പഠിച്ചത് വരെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്രിയകൾ ഒന്നുകൂടെ ഇടാനുണ്ട്. പിന്നെ വോയിസ് ക്ലിപ്പ് ഇടാത്തത് കുറച്ചുകൂടെ ഇട്ട് തരും. ഇൻഷാ അല്ലാഹ് അത് കേട്ട് ഉറപ്പാക്കി പഠിക്കുക. എപ്പോൾ ഉറക്കത്തു നിന്ന് എഴുന്നേറ്റിച്ച് ചോദിച്ചാലും ഈ പഠിക്കുന്ന പട്ടിക കൃത്യമായിട്ട് പറയാൻ പറ്റും. ഉറക്കത്തിന് എഴുന്നേറ്റ് എന്താ പറയേണ്ടത്?
അൽഹംദുലില്ലാ അല്ലദീ യഹ്യാന അഹ്യാനാ ബഅദ മാ ബഅദ മാ മാതനാ വലൈഹി എന്തിനാ അത് പറയാൻ പറഞ്ഞത്? അൽഹംദുലില്ലാ അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചു. എന്തിനാ പറയാൻ പറഞ്ഞത്? എന്തിനാ? വലൈഹി നുശൂർ. നമ്മൾ എപ്പോഴും അള്ളയെ കുറിച്ച് ഓർമ്മിക്കണം. സ്തുതിക്കാൻ ദിക്റ്. നമ്മൾ എപ്പോഴും അള്ളയെ ഓർമ്മിക്കണം. കിടക്കാൻ നേരത്തെ എന്താ പറയാൻ പറഞ്ഞത്? അതെന്തിനാ പറയാൻ പറഞ്ഞത്? എന്തിനാ പറയാൻ പറഞ്ഞത്? നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മളെ സ്മൃതിയിലേക്ക് കൊണ്ടുവരണം. അതേപോലെ എഴുന്നേൽക്കുന്ന സമയത്തും ഇതിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർമ്മ നിലനിർത്താൻ പറ്റൂ. ഇതിന് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും. ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും. മനുഷ്യന്റെ ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ മനുഷ്യന്റെ ബോധാവസ്ഥയ്ക്കും അബോധാവസ്ഥയിലെയും മധ്യത്തിലുള്ള അവസ്ഥയാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ബോധമുണ്ട്. നമ്മളിപ്പോ ഉറങ്ങാൻ പോവുകയാണ്. അപ്പൊ ബോധം നഷ്ടപ്പെടാൻ പോകും. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്യും? ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളെ സ്മൃതിയിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് അത്രയും സമയം നിലനിൽക്കും. അതേപോലെ തന്നെ അപ്പോ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉറങ്ങുന്നതിനും ഉറക്കം വരുന്നതിനും അതിന് മുമ്പുള്ള ഒരു അരമണിക്കൂർ സമയം, അല്ലെങ്കിൽ 15 മിനിറ്റ് അരമണിക്കൂർ വരെയുള്ള സമയം. അതേപോലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉറക്കം എഴുന്നേറ്റ് ഉടനെ പറയാൻ പറഞ്ഞ എന്താണ്? ഉറക്കം എഴുന്നേറ്റത് മുതൽ അരമണിക്കൂർ വരെയുള്ള സമയമാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ മൈൻഡിൽ എന്ത് ഫീൽ ചെയ്യുന്നോ അതവിടെ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയും കിടക്കാൻ നേരത്തെ ഓർമ്മിക്കണം, എഴുന്നേക്കാൻ നേരത്തെ ഓർമ്മിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അവരിലേക്ക് വഴി കാണിച്ചു കൊടുക്കാനും നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. യൗമ ഫസ്ലി കാന മീഖാത യൗമിന്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരെന്താ പറഞ്ഞോ ഇടയ്ക്ക്? ഉസ്താദിന്റെ ക്ലാസ്സിലേക്ക് ആക്കി കൊടുത്തവര് എന്നോട് ഭയങ്കര സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അവര് സന്തോഷം അറിയിച്ചാൽ മാത്രം പോരാ, അവര് കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ആ സന്ദേശം എത്തിച്ചു കൊടുക്കും. എല്ലാവരും അയക്കണുണ്ടെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഞങ്ങളെല്ലാവരും ഫാമിലിയിലേക്ക് വരട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. സന്തോഷം. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.